നിങ്ങൾ ഈ ഇരിക്കണ ഏതെങ്കിലും ആൾക്കാരെ കയ്യുമ്മേ കാലുമ്മയൊക്കെ വല്ല നൂലോ ചരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിങ്ങാട്ട് നിങ്ങൾ ഇഹ്റാമിന്റെ തുണി എടുത്തിട്ട് ഒരു കാര്യമില്ല. മൻ അല്ലക്ക തമീമത്തൻ ഫഖദ് അശറക്ക. ആരായിട്ടും കാര്യമില്ല. ശരി, ഇനി നിങ്ങൾക്ക് ഞാൻ പറയാം, അത് ഐക്കണിയിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പേടിയുണ്ടെങ്കിൽ അള്ളാന്റെ കാവലിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരുത്തന് ഈ നൂലിനേക്കാളും വലുതാണ് അള്ളാഹു എന്ന് വിശ്വസിക്കാൻ കഴിയണില്ലെങ്കിൽ അള്ളാഹ്ക്ക് തരാൻ പറ്റുന്ന സംരക്ഷണത്തിനേക്കാളും വലിയ സംരക്ഷണം ഈ കറുത്തൊരു 5 പൈസന്റെ നൂല് തരുന്നാണ് വിശ്വാസമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തൗഹീദ് പ്രധാനമാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ഹജ്ജിന്റെ പ്രതീകം. തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രബോധകനും ലോകത്താ മഹത്തായ ആദർശത്തെ ഇന്നും നമ്മുടെ മനസ്സുകളിൽ ആവേശത്തോടെ നിലനിർത്തുന്ന മഹൽ വ്യക്തിയാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് വൈദ് ബവ്വഅനാലി ഇബ്രാഹിം മക്കാനൽ ബൈത്ത്. ആ കഅബയെ അള്ളാഹു ഇബ്രാഹിം നബിക്ക് എന്ത് ചെയ്തൊരു സൗകര്യപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? അല്ലാ തുശ്രിക ബി ശൈആ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരാളെ, ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്, കാലൊന്ന് വഴുതുമ്പോൾ തേങ്ങ വീഴുമ്പോൾ പട്ട വീഴുമ്പോഴൊക്കെ ബദരീങ്ങളെ എന്നൊക്കെ മനസ്സിലില്ലാതെ തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയാം, നല്ലോണം നമ്മൾ സൂക്ഷിക്കണം. കാരണം നമ്മൾ ശിർക്ക് എല്ലാ കർമ്മങ്ങളെയും നിഷ്ഫലമാക്കി കളയും. തൗഹീദിന്റെ വിചാരം ശരിക്കും മനസ്സിലുണ്ടായിട്ടേ പറ്റുള്ളൂ.